ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി, അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പിള്ളേരുടെ അമ്മേനെ. എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി, എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല. വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയുമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സംഭവം ഇന്നലെ എന്റെ ശ്രദ്ധയിൽ പെടാനിടയായി. നമ്മുടെ GS with ആശ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന്. GS with ആശ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പലർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് 1-2 വീഡിയോസ് മുമ്പ് ചെയ്തതാണ്. ആള് മുമ്പ് ഒരു എയർ ഹോസ്റ്റസ് ഒക്കെ ആയിരുന്നു. ആ ജോലിയുടെ കൂട്ടത്തിലായിരുന്നല്ലോ പുള്ളിക്കാരെ മുമ്പ് യൂട്യൂബ് ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ഇരിക്കവരോട് സബ്സ്ക്രൈബർ എന്താക്കി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കമ്പനിയിലേക്ക് ഒരു മെയിൽ അയച്ച് അങ്ങനെ ഈ പെൺകുട്ടിക്ക് തന്റെ എയർ ഹോസ്റ്റസ് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അന്ന് നമ്മൾ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആളാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇപ്പൊ ഈ പെൺകുട്ടി വന്നിട്ടുള്ളത് ഈ കാര്യം പറയാനൊന്നും വേണ്ടിയല്ല. അവരുടെ കുടുംബത്തിൽ നടന്ന വലിയൊരു സംഭവം സമൂഹത്തിന് മുന്നിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ അമ്മയുടെ വീട്ടുകാർ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വത്ത് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ സ്യൂഷ്യൽ ഒട്ടുമിക്ക ഫാമിലിയിലും നടക്കുന്ന പോലെ തന്നെ. പക്ഷെ ആ സ്വത്ത് തർക്കം മൂത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ ആ കുടുംബത്തിലെ മൂത്ത സഹോദരൻ ഇളയ സഹോദരന്റെ ഭാര്യയെ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതിക്രൂരമായ മർദ്ദനം ആ സ്ത്രീക്ക് ഏൽക്കേണ്ടി വന്നു. ലിറ്റി എന്നുള്ളതാണ് അവരുടെ പേര്. 3 കുട്ടികളുണ്ട് അവർക്ക്. തന്റെ സഹോദരനോടുള്ള ദേഷ്യം മൊത്തം ഇയാൾ തീർക്കുന്നത് സഹോദരന്റെ ഭാര്യയോടാണ്. എന്തായാലും മർദ്ദനം മൂത്ത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഭവം ആ കുടുംബത്തിൽ അരങ്ങേറി. അതുകൊണ്ടാണ് ആ സംഭവം GS with ആശ പബ്ലിക്കുമായി ഷെയർ ചെയ്തത്. എന്തായാലും എന്താണ് ഇന്നലെ സംഭവിച്ചെന്നുള്ളത് അവരുടെ നാവിൽ തന്നെ കേട്ടോളി. എനിക്കിന്നത് പറയാൻ തന്നെ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും അവര് പറഞ്ഞു കേട്ടോക്കാം. ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ FIR ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇന്ന് അഗൈൻ ഈവനിങ് ആയപ്പോ വീട്ടില് കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തുകയും അതേപോലെ തന്നെ വലിച്ചു കീറി അവൾ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് അഗൈൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടാവും, കറക്റ്റ് സമയം എനിക്കറിയത്തില്ല. പുറകീന്ന് 3 പേര്, ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകീന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകീന്ന് വീഴ്ത്തി, അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള 3 പിള്ളേരുടെ അമ്മേനെ. 3 പിള്ളേരുടെ അമ്മ ആരും ആയിക്കോട്ടെ, എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം. നാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു, ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേരൊന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട്. എനിക്കിപ്പോ ഞാൻ കാരിങ് ആയിട്ടിരിക്കുന്ന അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡും പപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി. കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ട് ഇവർ ഇറങ്ങുന്നത്. ഹസ്ബൻഡ് ചെല്ലുമ്പോൾ ആൾക്ക് ബോധമില്ല, അടിച്ച് വീണ് റോട്ടിൽ കിടക്കുക, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടു. അപ്പൊ പോലും ഒരു മനുഷ്യനെ ഇടപെടില്ല. അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു, അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചു. അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല. മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ. സ്വന്തം അമ്മയുടെ സഹോദരനെതിരെ ഇങ്ങനെ സംസാരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലെ. സംഭവം എന്താണ് ഏതാണെന്നുള്ള ഇപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ. ഇനിയിപ്പോ ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല. ഇവിടെ 2 തവണയാണ് ഈ പെൺകുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടത് അല്ലെ. ഒരു തവണ വീട്ടിന് മുറ്റത്ത് നിന്ന് മർദ്ദിച്ചു, 2ാമത്തെ തവണ ഹോസ്പിറ്റലിലെ ഗേറ്റിന് അവിടെ നിന്ന് മർദ്ദിച്ചു. ഇത്രയൊക്കെ ഇയാൾക്ക് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെതായ പിടിപാടും കാര്യങ്ങളും അയാൾക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വട്ടം വീട്ടിന് അവിടുന്ന് മർദ്ദിച്ചു, പിന്നെ നടു റോട്ടിൽ നിന്ന് വീണ്ടും മർദ്ദിച്ചു? ഒരിക്കലും പിടിപാടില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആവശ്യത്തിലുള്ള പിടിപാടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്ന അതല്ല, ഈ മർദ്ദനമേറ്റ പെൺകുട്ടിയുടെ കിഴങ്ങും ഭർത്താവ് എവിടെ പോയി കിടക്കായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തിലുള്ള ഒരാള് സ്വന്തം ഭാര്യയുടെ മേലെ കൈവെക്കണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ പിടിപ്പുകേട് തന്നെയാണ്. അയാൾ എടുക്കേണ്ട സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ശരിക്കും ഈ സംഭവത്തിൽ ഈ പെണ്ണിന്റെ ഭർത്താവ് കുറ്റക്കാരൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടികളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് GS with ആശ പറയുന്നത് അല്ലെ. അത്രയും ഗതികെട്ട ഒരു അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം ടേക്കപ്പ് ചെയ്യേണ്ടി വന്നത്. അത് പിന്നെ ഒട്ടുമിക്ക കേസും അങ്ങനെയൊക്കെ തന്നെയാണ്.
എന്ത് പറയാനാണ് അല്ലേ, എന്ത് പറയാനാണല്ലേ. അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് നീതിക്ക് മുകളിലാണല്ലോ പണവും പിടിപാടും എന്ന് പറയുന്നത്. പണവും പിടിപാടുമുള്ളവർ ഏത് നീതിയെയും ന്യായത്തെയും വിലക്ക് വാങ്ങാൻ പറ്റും. അത് കാലങ്ങളോളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആരോ പറഞ്ഞ പോലെ പണവും പിടിപാടും ഉള്ളവനൊരു നിയമം, ഇല്ലാത്തവന് മറ്റൊരു നിയമം. അതാണ് നമ്മുടെ നാട്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള സംഭവം അരങ്ങേറിയിട്ടും ഒരു ആക്ഷൻ പോലും പോലീസുകാർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഈ പെണ്ണ് ഹോസ്പിറ്റലിൽ ആയതിനു ശേഷം ഒരു ബൈറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഏത് അടി കൊണ്ടോ പെൺകുട്ടി. അവര് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ഉണ്ട്, ഒന്ന് കേട്ടോക്കി. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മ, അപ്പൻ, ഭർത്താവിൻ്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അന്ന് ഈ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയായപ്പം താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ തല്ലി ചതച്ച്, എൻ്റെ അപ്പൻ BP പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ്. എൻ്റെ അപ്പനെ തല്ലി ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി. അവനും ഇവിടെ മാറി കിടപ്പുണ്ട്. ഇതിപ്പോൾ അത് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം. പട്ടീനെ തല്ലി ചതയ്ക്കുന്നവളാണ് എന്നെ ഈ അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും ഞാൻ പുറന്തള്ളി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പന് സുഖമില്ല. എൻ്റെ പുറം ഇടിച്ചതിൻ്റെ വേദന നല്ലോണമുണ്ട്. തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. തല വേദന എടുത്തിട്ട് പറ്റണില്ല. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ പോലീസിനെ, എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു. ഇതുവരെയായിട്ട് അവർ വന്നിട്ട് എൻ്റെ മൊഴി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്. എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി. എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല. എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കഴിഞ്ഞൊരു വർഷമായി ഇവർ ഇയാളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തായാലും പോലീസുകാർ ഇതിന് ശേഷം പേരിന് വന്നൊരു മൊഴി എടുത്ത് പോയി കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇയാളുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് ഇയാൾ സുഖമായിട്ട് ഊരി വരും. ഇനിയും ഇയാളെ വന്ന് ഈ കുടുംബത്തെ ഉപദ്രവിക്കും, നോക്കിക്കോളും. അതിൽ യാതൊരു സംശയവും. കാരണം ഒരു വർഷമായിട്ടില്ല ഇയാളുടെ ശീലമല്ല അത്. അതെന്തായാലും മാറാൻ പോകുന്നൊന്നുമില്ല. ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ചിന്തിച്ചു പോയത് അതൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് കാലമായി നമ്മൾ ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും മറ്റും റിയാക്ട് ചെയ്യുന്നത് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാലം കരുതിയത് ഇതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു തേങ്ങാപ്പിണ്ണൊക്കെ ഇവിടെ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അനുഭവിക്കുന്നവർ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാണാവും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക അല്ലേ. എന്തായാലും ഇനി ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുത്തേ പറ്റൂ. അതിൽ യാതൊരു സംശയവും ഇല്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.